കാലത്ത് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? കാണാൻ അഴകുള്ള ചെറുപ്പക്കാരനാണ്. ചരിത്രം പറയുന്ന മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മനോഹരമായ മുഖമാണ് സൽമാനുൽ ഫാരിസിക്കുള്ളത്. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു രാജകുടുംബത്തിൽ പിറന്ന പെണ്ണുമോനാ. സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പയ്യനാ. അല്ലാഹുവേ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിയോപ്യയിൽ ജീവിക്കുമ്പോ അതുപോലെ ഒരു ഭവനമല്ല മറ്റൊരു ഒന്ന് പറ്റു പെണ്ണുമക്കൾക്കുമല്ല കൊടുത്തിട്ടില്ല. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുത്തെ മാതാപിതാക്കൾ തീ ആരാധിക്കുന്നവരാണ്, തീയിനെ ദൈവമായിട്ട് കാണുന്നവരായിരുന്നു. സൽമാനുൽ ഫാരിസി ചെറിയ പ്രായം മുതലേ ചിന്തിക്കുകയാണ്, തീ ദൈവമല്ലല്ലോ, തീനെ ആരാധിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? മഴ പെയ്താല് മഞ്ഞിറങ്ങിയാൽ തീ അണഞ്ഞു പോവുകയാ. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ദൈവപേരത്തിൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 7-ാം വയസ്സിൽ സൽമാനുൽ ഫാരിസി വീട് വിട്ടിറങ്ങുകയാണ്. എല്ലാ ദിവസവും സൽമാനുൽ ഫാരിസി മനോഹരമായൊരു 4 സ്വപ്നം കാണാറുണ്ട്. ആ നാട് ഏതെന്നറിയോ? മനോഹരമായ മദീനയാണ്. പക്ഷേ സൽമാൻ അറിയില്ല, ഞാൻ കാണുന്ന നാട് മദീനയാണെന്ന് സൽമാൻ അറിയില്ല. അങ്ങനെ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ സമീപത്തിൽ എന്നിട്ട് അറിവ് പഠിക്കുകയാണ്. ചരിത്രം പറയുന്നു 15 വയസ്സ് വരെ ക്രിസ്തീയ പുരോഹിതന്റെ സമീപത്തിൽ നിന്ന് സൽമാനുൽ ഫാരിസി അറിവ് പഠിക്കുകയാണ്. അവസാനം ആ പുരോഹിതൻ പറഞ്ഞു, സൽമാനെ, ഇനി എനിക്ക് പ്രായമായുള്ള പൊന്നുമോനെ, എനിക്ക് ക്ഷീണം വരാൻ തുടങ്ങി. ഇനി ഒരുപാട് കാലം ഈ ഉസ്താദ് ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഒരു നല്ല മനോഹരമായ നാട് പറഞ്ഞു തരാം, ഒരു ഉസ്താദിന് ഞാൻ പറഞ്ഞു തരാം. ആ ഉസ്താദിന്റെ സമീപത്തിൽ എന്നിട്ട് അറിവ് പഠിച്ചോ സൽമാനെ, നീ മദീനത്ത് പോകണോ? നീ മദീന എന്ന മനോഹരമായ നാടുണ്ട് സൽമാൻ. അന്ന് മദീനയുടെ പേര് മദീനയല്ല, യസ്രിബാണ്. യസ്രിബ് എന്ന മനോഹരമായ രാജ്യത്തിൽ പോകണം സൽമാനെ. അവിടെ മുഹമ്മദ് എന്ന ഒരു വലിയ മഹാപുരമുണ്ട്, ഒരു പ്രവാചക നേതാവ് അവിടെ വരുന്നുണ്ട് സൽമാൻ. ആ പ്രവാചകന്റെ സമീപത്തിൽ എന്നിട്ട് അറിവ് പഠിച്ചു. അവിടത്തെ വിശ്വസിച്ചുകൊണ്ട് സഹാബിയായക്കോ അല്ലാഹുവേ, സൽമാനുൽ ഫാരിസി പോവുകയാണ്. 15-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി മദീന കാണണമെന്നോ എന്ന ലക്ഷ്യത്തോടെ വീട് വിട്ടിറങ്ങുകയാണ്. വഴിയോരങ്ങളിൽ വരുന്ന കച്ചവട വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ മദീനത്ത് പോവാണോ? ഞാൻ മദീനത്തേക്കാണ്. അല്ലാഹുവേ, ഒരു വാഹനവും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അവസാനം മാസങ്ങളോളം മദീന ലക്ഷ്യമാക്കി സൽമാനുൽ ഫാരിസി നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കച്ചവട സംഘം കടന്നു വരികയാണ്. സൽമാനുൽ ഫാരിസി കൈ